നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശിന്റെ ശ്രേയനെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇവരിപ്പോഴുണ്ടായ ഒരു കഷ്ടത അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ബാലന്റെ വാക്കനുസരിക്കാൻ, ബാലന്റെ അഭിമാനം കാക്കാൻ സ്വന്തം ജീവൻ തന്നെ ആകാശമോൻ. ഇവൻ എന്തെല്ലാം അനുഭവിച്ചെന്ന് ബാലനറിയോ? എന്നിട്ടും ഇവന് ബാലനോട് ദേഷ്യം തോന്നിയില്ല. ബാലനെ ഇവിടെ തല്ലിയപ്പോ സത്യങ്ങളൊന്നും പറഞ്ഞ നിന്നെന്തിനാണെന്ന് അറിയോ? എല്ലാം ബാലന് വേണ്ടി. ബാലനെ സഹിക്കാനാവില്ലെന്ന് ആകാശമോൻ അറിയാം. ഇങ്ങനൊരു മകനെ കിട്ടാൻ ബാലൻ കോടിക്കോടി പുണ്യം ചെയ്യണം. ആ ഇവനെയാ ബാലൻ. ഞാനൊരു പാപിയാ മക്കളെ. ഒരിക്കലും തിരുത്താനാവാത്ത പാവാ ചെയ്തത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ഞാൻ സ്വന്തം മോനോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ. സ്വന്തം മകന്റെ ജീവിതം ഇല്ലാതാക്കിയവനാ ഞാൻ. അച്ഛാ, എന്റെ ജീവിതം അച്ഛൻ ഇല്ലാതാക്കിയിട്ടില്ല. അച്ഛൻ എനിക്ക് തന്നത് നല്ലൊരു ജീവിതമാണ്. കരയില്ല അച്ഛാ, പ്ലീസ്. നീ ഒരിക്കലും സങ്കടപ്പെടരുതെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. എന്നിട്ട് എന്റെ ആ ആഗ്രഹം നടന്നില്ലല്ലോ. ഞാൻ നടത്തിയില്ല. നിന്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളൊന്നും ഇല്ലാതാക്കിയവരാ ഞാൻ. എന്നോട് നീ ക്ഷമിക്കരുത് പോലെ. അച്ഛാ, ക്ഷമിക്കരുത്. ഇങ്ങനൊന്നും പറയല്ലേ ബാലമാമ. ആകാശന്റെ കല്യാണം നടക്കുന്ന ആ നിമിഷത്തിലെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞില്ലേ അവൻ? ഇവനെ മാത്രമല്ല, നിന്നെ ഞാൻ സങ്കടപ്പെടുത്തിയില്ലേ മോളെ? ഒരു വാക്ക് മോക്കെങ്കിലും ബാലമാമനോട് പറയായിരുന്നില്ലേ? രണ്ടുപേരും എന്നോടൊന്നും പറയാതെ മറച്ചു പിടിച്ചു. മറച്ചു പിടിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ ബാല? മണ്ഡപത്തിൽ വെച്ച് ബാലൻ ആകാശമോനോട് അപേക്ഷിച്ചില്ലേ ചാരുവിന്റെ കരുത്ത് താലി കെട്ടാൻ? ആകാശിനെ പോലെ നന്മ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മകന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കല്യാണം കഴിഞ്ഞിട്ടാ ചാരുമോക്ക് ആകാശിന്റെ ഇഷ്ടത്തെക്കുറിച്ച് മനസ്സിലായത്. ആ ഇഷ്ടം പറഞ്ഞ് ചാരുമോള് ആകാശിനെ ചോദ്യം ചെയ്തില്ല. ബാലനോട് പോലും ഒന്നും പറയാതെ ചാരുമോളെല്ലാം ഉള്ളിലൊതുക്കി. ആകാശിന്റെ സന്തോഷങ്ങൾ കാണാൻ വേണ്ടി ചാരുമോൾ ആകാശിനെ സ്വയം ഒരുമിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ആകാശിന്റെയും ചാരുമോളുടെയും മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി. നന്മയുള്ള എന്റെ മക്കളുടെ മുന്നിൽ ഞാൻ മാപ്പ് പറയാ. അച്ഛാ, ഒന്നും പറയണ്ട ബാലമാമ.
നല്ലതിനു വേണ്ടി മാത്രല്ലേ ബാലമാമനെല്ലാം ചെയ്തത്. ബാലമാമനെ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനും ചാരുവും സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിച്ച അച്ഛനും സന്തോഷമായിരിക്കാൻ വേണ്ടിയാ എല്ലാം മറച്ചു വെച്ചത്. അച്ഛൻ ഇപ്പോഴും ഒന്നും അറിയരുതെന്നാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ചില സമയത്ത് മറച്ചു വെച്ചതെല്ലാം പുറത്തു വരുമല്ലോ. അതാർക്കും തടയാൻ കഴിയില്ല. അച്ഛനെല്ലാം മനസ്സിൽ നിന്ന് കളയണം. ഇനിയും അതോർത്തിരിക്കരുത്. എങ്ങനെ മറക്കാനാ മോനെ? ആലോചിക്കും തോറും മനസ്സിൽ 1000 മുള്ളു കുത്തി ഇറക്കുന്ന വേദനയുണ്ട്, കുറ്റബോധം. അച്ഛന് ഒരു കുറ്റബോധവും വേണ്ട. ഞങ്ങളോട് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സത്യം അച്ഛാ, വഴിതെറ്റിപ്പോയ എന്റെ ജീവിതം മാറ്റിയത് ചാരുവിനെ എനിക്ക് കല്യാണം കഴിച്ച് തന്നതാ. അച്ഛാ, മനസ്സിൽ നിന്ന് പറയാ, ശ്രേയെ ഞാൻ ഇഷ്ടപ്പെട്ടത് സത്യമാണ്. പക്ഷെ ഇപ്പോ ചാരു എന്റെ ജീവൻ. ശ്രേയെ കൊണ്ടു നടന്ന മനസ്സിലിപ്പോ ചാരുവിനെ പകരം വെച്ചതല്ല അച്ഛാ. എന്റെ ഹൃദയത്തിന്റെ ഓരോ തുടുപ്പിലും ചാരുവാ. അച്ഛൻ ചാരുവിനെ കല്യാണം കഴിച്ചു തന്നത് ദൈവത്തിന്റെ വരദാനവും അനുഗ്രഹവുമാണ്. എന്റെ മനസ്സിലിപ്പോ ഒരു വിഷമവുമില്ല. അച്ഛൻ എനിക്ക് തന്നത് ഒരു സാധാരണ പെണ്ണിനെയല്ല, ശ്രേയേക്കാൾ അനന്തമായ നന്മയും കരുത്തുമുള്ള ചാരുവിനെയാ. എനിക്ക് സ്നേഹത്തിന്റെ തണൽ തരുന്നത് എന്റെ ചാരുവാ. ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന് എനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും തരുന്ന എന്റെ കാക്കോത്തി. അങ്ങനെയുള്ള ചാരുവിനെ എനിക്ക് തന്ന അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തുമോ? മോനെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അല്ലച്ചാ, ഞങ്ങളെ നോക്ക്. ഞാനും കാക്കോത്തി പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിക്കുകയാണച്ചാ. സത്യം അച്ഛാ. സത്യമൊന്നും ചെയ്യണ്ട, എനിക്ക് നിന്നെ വിശ്വാസം.